ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എട്ടാമത്തെ പാഠത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ശിഷ്യന്മാരെ ഉപദേശിക്കുന്ന ഭാഗം 2. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചില യേശുക്രിസ്തു നൽകിയ ഉപദേശത്തെക്കുറിച്ചെല്ലാം പഠിച്ചു. ശിഷ്യത്വത്തെക്കുറിച്ചും ആരാണ് വലിയവനെന്നതിനെക്കുറിച്ചും സ്വർഗത്തിൽ എന്താണെന്നും നരകം എന്താണെന്നും എല്ലാം നമ്മൾ ചെറുതായ രീതിയിലൊക്കെ പഠിക്കാനായിട്ട് സാധിച്ചു. മരരൂപമലയിൽ എന്ത് സംഭവിച്ചു എന്നും അതിൻ്റെ താഴ്വാരത്തിൽ എന്ത് സംഭവിച്ചു എന്നെല്ലാം നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും യേശു ശിഷ്യന്മാരെ ഉപദേശിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പാഠം മുഴുവനും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ മനപ്പാഠവാക്യം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ ഇന്നിരുന്നുകൊണ്ട് അങ്ങയുടെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ ലഭിച്ച ഈ അവസരത്തിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. നാഥ, ഞങ്ങളിത് പഠിക്കുമ്പോൾ അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ഇതെല്ലാം ശരിയായി ഗ്രഹിക്കുവാൻ സഹായിക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമായി പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായിട്ട് തീരണമേ. യേശുവിൻ്റെ പുനഃനാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. മത്തായിയുടെ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഇവിടെ പ്രത്യേകിച്ച് ഈ ക്രൂശീകരണത്തിന് വേണ്ടിയിട്ട്, അല്ലെ ക്രൂശിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് ശിഷ്യന്മാരെ ഉപദേശിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ 2 സ്ഥലത്ത് 2 അത്ഭുത പ്രവൃത്തികളും കാണിക്കുന്നുണ്ട്. എന്താണ് യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതെല്ലാം ഇവിടെ മനസ്സിലാക്കുന്നു. അതിനിടയ്ക്ക് വിവാഹത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും സമ്പത്തുമായിട്ടൊക്കെ എങ്ങനെ നമുക്ക് ബന്ധപ്പെടാമെന്നും ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. വിവാഹത്തെ സംബന്ധിച്ച ദൈവത്തിൻ്റെ പദ്ധതി ഞായറാഴ്ചത്തെ പാഠമാണ്. അതിനു മുമ്പ് നമ്മൾ അത് തുടങ്ങുന്നത് മർക്കോസ് 10-ാം അധ്യായം 1-12 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നിന്ന് അവൻ പുറപ്പെട്ട് യോർദാൻ അക്കരെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. പുരുഷാരം പിന്നെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. പതിപോലെ അവൻ അവരെ പിന്നെയും ഉപദേശിച്ചു. അപ്പോൾ യേശുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ വീണ്ടും പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അവിടെ നിന്ന് അവൻ പുറപ്പെട്ടു. എവിടെ നിന്നാണ്? ഗലീലയുടെ പ്രദേശങ്ങൾ. നമ്മൾ ഈ അധ്യായം മുഴുവനും അവൻ ഇക്കരെ നിന്ന് അക്കരയ്ക്ക് പോകുന്നു, പിന്നെ അക്കരെ നിന്ന് ഇക്കരെ വരുന്നു, അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം അത്ഭുതങ്ങൾ ചെയ്തതും ശിഷ്യന്മാരെ പലതും പഠിപ്പിച്ചതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇപ്പം ആ ഗലീല പ്രദേശം, അത് ഇസ്രായേലിൻ്റെ നോർത്തേൺ പാർട്ടിലാണ് ഗലീല എന്ന് കിടക്കുന്നത്. എന്നിട്ട് യഹൂദയിലേക്ക് വരികയാണ് നമ്മൾ കാണുന്നത് യേശുവിനെ. ഈ ഭാഗത്ത് അത് സദേൺ പാർട്ട് അല്ലെങ്കിൽ തെക്ക് ഭാഗത്താണ്. ഗലീലയിൽ നിന്നും തെക്ക് ഭാഗത്തേക്ക് യേശു ക്രിസ്തു യാത്ര ചെയ്യാൻ പോവാണ്. യഹൂദയിൽ എവിടേക്കാണ് യേശുവിൻ്റെ ലക്ഷ്യം? തൻ്റെ യാത്ര എവിടേക്കാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ക്രൂശിലേക്കുള്ള യാത്രയായിരുന്നു. അപ്പോൾ യഹൂദയിലെ യെരുശലേമിലേക്കാണ് യേശു ഇപ്പോൾ പോകുന്നത്. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് യോർദാൻ അക്കരെ യഹൂദയ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. അപ്പോൾ പുരുഷാരൊക്കെയും യേശുവിൻ്റെ പുറകെ ഉണ്ട്. അപ്പോൾ ഉടനെ കുറേ പരീശന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. എന്തായിരുന്നു അവരുടെ ചോദ്യം? ഭാര്യയെ ഉപേക്ഷിക്കുന്ന പുരുഷനോ വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അവരുടെ പല ചോദ്യങ്ങളും എപ്പോഴും യേശുവിനെ കൊടുക്കാനുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പം യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? ഭാര്യയെ ഉപേക്ഷിക്കുന്ന പുരുഷന് വിഹിതം. അവനവരോട് മോശ നിങ്ങൾക്ക് എന്ത് കൽപ്പന? യേശു ഉടനെ ഒരു മറു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. മോശ നിങ്ങൾക്ക് എന്ത് കൽപ്പന തന്നിട്ടുണ്ടെന്ന്, ഈ വിവാഹമോചനത്തെക്കുറിച്ച് എന്താണ് തന്നത്? അപ്പോൾ അവർ ഉടനെ തന്നെ പറഞ്ഞു, ഉപേക്ഷണപത്രം എഴുതി കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചു എന്നവർ പറഞ്ഞു. മോശ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി കൊടുത്ത് അവളെ ഉപേക്ഷിക്കാമെന്ന്. ശരിക്കും തന്നെ ഇവർ ചോദ്യം ചോദിക്കാൻ കാരണം, ഈ യോർദാൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഭരണാധികാരിയായിരുന്നു ഹെരോദാവ്. ഹെരോദാവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഹെരോദാവ് സ്നാപയോനാനെ കൊല്ലാനുള്ള കാരണം പോലും അവൻ്റെ ഇമ്മോറൽ ലൈഫായിരുന്നു, അസന്മാർഗിക ജീവിതം എന്ന് പറഞ്ഞാൽ. ഹെരോദാവ് തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ
ഭാര്യയായിട്ട് സ്വീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഹെരോദ്യയുമായിട്ട് ഉള്ള ജീവിതമാണ്. അതിനെ ചോദ്യം ചെയ്തതിലുള്ള ദേഷ്യമാണ് ഹെരോദൻ്റെ ഭാര്യയ്ക്ക് യോഹന്നാൻ സ്നാപകനോടുണ്ടായ ദേഷ്യം. അതിൽ നിന്നാണ് കൊല നടന്നത്. അവളുടെ വെറുപ്പ്, ഇപ്പോൾ വെറുപ്പാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഇത് ഇവർക്കറിയാം, പരീശന്മാർക്ക്, എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനെ ഫിലിപ്പോസ് കൊന്നത്. അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായത് ഏത് വിഷയത്തിലാണ്. അത് തന്നെ അവർ യേശുവിനെയും അതിൽ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ചോദിച്ചത്. യേശുവിൻ്റെ ഉത്തരം എന്താണോ അതനുസരിച്ച് അവർക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനാണ് യേശുവിന് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അവർ ഈ ചോദ്യം യേശുവിനോട് ചോദിച്ചു. പക്ഷേ യേശു ഡയറക്റ്റായിട്ട് ഉത്തരം പറയുന്നില്ല, അവരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുകയാണ്. എന്താണ് മോശ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഉപേക്ഷണപത്രം എഴുതി കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ എന്ന് വെച്ചു. യേശു അവരോട്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം അത്രേ അവൻ നിങ്ങൾക്ക് കൽപ്പന എഴുതി തന്നത്. സൃഷ്ടിയുടെ ആരംഭത്തിലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹം അത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. യേശുക്രിസ്തു എവിടെ ചോദ്യങ്ങളുണ്ടായാലും തിരുവചനത്തിൽ നിന്നാണ് ഉത്തരം കൊടുക്കുന്നത്. അത് തന്നെ ഇവിടെ പിശാച് പരീക്ഷിക്കാൻ വന്നപ്പോഴും തിരുവചനത്തിൽ നിന്നുള്ള ഉത്തരം പറഞ്ഞു. അത് തന്നെ ഇവിടെയും യേശു പറയുന്നത്. ഇപ്പൊ മോശ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് യേശു പറയുന്നില്ല. മോശ പറഞ്ഞ് നിങ്ങൾക്ക് ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് പോകാം. അപ്പൊ അതിന് ചില റീസൺസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ആവർത്തന പുസ്തകം 24-ാം അധ്യായം, അത് മോശ എഴുതി കൊടുക്കാനുള്ള കാരണങ്ങൾ 24-ന്റെ 1 തുടങ്ങി 4 വരെ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവൾ പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്ത ഒരു ഉപേക്ഷണപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കുകയോ അവളെ ഭാര്യയായി എടുത്ത രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ഉപേക്ഷിച്ച മുമ്പിലത്തെ ഭർത്താവിന് അവളെ അശുദ്ധയായ ശേഷം അവളെ പിന്നെയും ഭാര്യയായി പരിഗ്രഹിച്ചുകൂടാ. അത് യഹോവയുടെ മുമ്പ് അർപ്പാവുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ പാപം കൊണ്ട് മലിനമാക്കരുത്. അപ്പോൾ ഈ ഉപേക്ഷണ പത്രം കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയല്ലായിരുന്നു. ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന രീതിയിൽ തന്നെ ദൈവം സൃഷ്ടിച്ചത്. അവർ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഈ ഭൂലോകത്തിൽ വാഴണം എന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ ഇവരുടെ ഹൃദയകാഠിന്യം കൊണ്ട് ഒരു പ്രശ്നമുണ്ടായാൽ, വീട്ടിലൊരു വഴക്കുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഹൃദയ വിശാലത അവർക്കില്ലാതെ ഹൃദയ കാഠിന്യമുള്ളവരായതുകൊണ്ടാണ് അവരിങ്ങനെ ആവശ്യങ്ങളുമായിട്ട് മോശയുടെ അടുക്കൽ വന്നപ്പോൾ മോശ അത് അരുളി ചെയ്തത്. ദൈവം പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യാമെന്ന്. ഇപ്പോൾ പലപ്പോഴും ശബദ നാളിൽ വിറക് വെറുക്കാൻ പോയവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് ദൈവം പറഞ്ഞത് ദൈവം കഠിന ഹൃദയനായതുകൊണ്ടല്ല, അവരങ്ങനെ അത് ലംഘിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞത്. അത് ഭയങ്കര പ്രയാസമാണ് തെറ്റിൽ നിന്നും തിരിച്ചു വരിക എന്നുള്ള കാര്യം. അപ്പം അതിനിങ്ങനെയുള്ള ചില കൽപ്പനകൾ കൊടുത്തെങ്കിലും അവരെ വിലക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ യേശുക്രിസ്തു വന്നപ്പോൾ അതെല്ലാം മാറി. കാരണം യേശുവിന് അതിൻ്റെ കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് യേശു വന്നു നമ്മളെ രക്ഷിക്കാനായിട്ട്. ആ പാപത്തിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ പാപത്തിൻ്റെ ടെംപ്റ്റേഷനിൽ വീഴാതിരിക്കാനുള്ള ശക്തി തന്ന് നമ്മളെ മാറ്റുന്നത് യേശുവിൻ്റെ ശക്തിയാലാണ്. അപ്പോൾ അന്നിത് സാധ്യമല്ലാത്തത് കൊണ്ടായിരിക്കാം ദൈവം അങ്ങനെ പറഞ്ഞത്. കാരണം യേശുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് വെച്ചത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ കാലഗണനയെ അനുസരിച്ചാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. ഇവരുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്. പക്ഷേ യേശു എപ്പോഴും ഉയർത്തി കാണിച്ചത് ദൈവം ആദിയിൽ കൊടുത്ത കൽപ്പനയാണ്. ആകയാൽ ഒരുവൻ എന്താണ് പറഞ്ഞത്, അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹം അത്രേ എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവര് ഐക്യതയിൽ
ചേരണം. അത് എങ്ങനെയായിരിക്കണം ഐക്യത ഉണ്ടാകുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് അവർക്ക് ഐക്യത. എവിടെയും ഐക്യത വരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 17:21 യേശു പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഞാൻ നിന്നിലും നീ അങ്ങിലും എന്നിലും ആയിരിക്കുന്നത് പോലെ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരെല്ലാവരും ഒന്നായി തീരണം. അപ്പോൾ പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന അവരിൽ ഒരേ ആത്മാവാണ് അവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. അതുപോലെ നമ്മളിലും ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് നമുക്ക് ഐക്യത ഉണ്ടാകുന്നത്. അതില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സഭകളിലും ഭവനങ്ങളിലും എല്ലാം ഐക്യത ഇല്ലാതായി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഐക്യത ഉള്ളവരായിട്ട് തീരണം. അങ്ങനെയാണ് അവർ ഒരു ദേഹമായി തീരുന്നത്. പക്ഷെ അവർ രണ്ട് വ്യക്തികൾ തന്നെ ആയിരിക്കും, പക്ഷെ അവർക്ക് ഒരേ ആശയങ്ങളും ഒരേ ലക്ഷ്യവും ഒരേ ഉദ്ദേശങ്ങളും ആയിരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇണയില്ല പിണ കൂടരുത്. ദൈവത്തെ അറിയാത്തവരുമായിട്ട് നമ്മൾ വിവാഹത്തിൽ ഏർപ്പെടരുതെന്ന് പറയുന്നത്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവർക്ക് ഐക്യതയോടെ കുടുംബജീവിതം കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർ തമ്മിൽ ഒരു ദേഹമായി തീരുന്നത്. ഒരേ ആശയങ്ങളും ഒരേ ഉദ്ദേശങ്ങളും ഒരേ ലക്ഷ്യവുമായിരിക്കും അവരുടെ ജീവിതത്തിൽ. ഏറ്റവും മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടണം എന്നുള്ള ഒരേ ചിന്തയിലൂടെ ആയിരിക്കും ഭാര്യയും ഭർത്താവും പോകുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവരെന്നും ഒരേപോലെ തന്നെ നിലനിൽക്കുക, ആ വിവാഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ വിവാഹങ്ങൾ പോകുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള വിവാഹങ്ങളെ ബലപ്പെടുത്തുന്നതിന് നിങ്ങളുടെ സഭയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വിവാഹ ബന്ധങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പം നമ്മുടെ ഇടയിലുള്ള വിവാഹങ്ങളെ ബലപ്പെടുത്തുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ മറ്റ് സഭകളിൽ നിന്ന് വരുമ്പോൾ അവരെ കുറച്ച് ഈ ബൈബിൾ ട്രൂത്ത് മാത്രം പഠിപ്പിച്ചാൽ പോരാ, അവർ ശരിയായിട്ട് ദൈവമക്കളായി തീർന്നവരായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ദൈവിക സത്യങ്ങൾ ശരിയായി ഗ്രഹിക്കുവാനും അവരുടെ ജീവിതത്തിൽ പിളർപ്പില്ലാതെ പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു ആത്മീക ശുശ്രൂഷയായിട്ട് തന്നെയാണ് കാണേണ്ടത് വിവാഹത്തെ. മറ്റ് വെറുതെ ഒരു ചടങ്ങായിട്ട് മാത്രം കാണാതെ ഇതൊരു ആത്മീക ശുശ്രൂഷയായിട്ട് തന്നെ നമ്മൾ വിവാഹത്തെ കാണണം. പിരിഞ്ഞു പോയവർക്കും പ്രത്യാശയുണ്ട്. അവരുടെ അറിവില്ലായ്മയിലായിരിക്കും അവർ അങ്ങനെ ചില തീരുമാനങ്ങളെടുത്ത് പിരിഞ്ഞു പോയത്. അപ്പോൾ അത് ഇനി അവരൊന്നിൽ അങ്ങനെ തന്നെ അവരുടെ ജീവിതം കഴിഞ്ഞു പോകണം. വീണ്ടും മറ്റൊന്നിലേക്ക് തിരിയാതെ അങ്ങനെ പോകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് മോശ എഴുതി കൊടുത്തത്. വീണ്ടും അയാൾ തന്നെ വീണ്ടും ഈ സ്ത്രീ വേറൊരാളെ വിവാഹം കഴിക്കാം എന്നാണ് മോശ പറയുന്നത്. പിരിഞ്ഞതിന് ശേഷം ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് പിരിഞ്ഞതിന് ശേഷം വേറെ വിവാഹം കഴിക്കാം. പക്ഷേ യേശു പറയുന്ന അങ്ങനെ ഒന്നിലും നമ്മൾ അവർ പിരിക്കരുത്. എല്ലാം രണ്ടുപേരും പരസ്പരം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കണം. അതിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞത്. അടുത്തത് യേശുവും ശിശുക്കളും എന്നുള്ള ഭാഗം. ഇതിൻ്റെ ബാക്കി, അവൻ തൊടേണ്ടതിനെ ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടപ്പോൾ മുഷിഞ്ഞ്, യേശുവിന് ശരിക്കും ദേഷ്യം വന്നു. ആ അമ്മമാർ വളരെ പ്രത്യാശയോടുകൂടിയാണ് യേശുവിൻ്റെ അടുത്ത്, യേശു എൻ്റെ മക്കളെ തൊടേണ്ടതിനെ, എൻ്റെ മക്കളുടെ തലയിൽ ഒന്ന് കൈവച്ചാൽ എൻ്റെ മക്കൾ ഏറ്റവും നല്ലതാകും എന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് അമ്മമാർ കൊണ്ടുവന്നത്. അപ്പോൾ ശിഷ്യന്മാർ അവരെ തടഞ്ഞു. അത് കണ്ടപ്പോൾ യേശു മുഷിഞ്ഞു എന്ന് പറഞ്ഞാൽ യേശുവിന് ദേഷ്യം വന്നു. അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും കടക്കയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇതാണ് ശിശുക്കളുടെ. നമുക്കറിയാം, ഏത് രാജ്യത്തായാലും ഏത് കുടുംബത്തിലായാലും ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പല ഭവനങ്ങളിൽ രാജാവിനെ പോലെയാണ് കരുതുന്നത്. അവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കും. ഇപ്പം അംഗങ്ങൾ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങളും കുഞ്ഞിന് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള എല്ലാം ചെയ്തു കൊടുക്കാനായിട്ടൊക്കെ റെഡിയാകും. അങ്ങനെ അത്രയും പ്രാധാന്യമുള്ളതാണ് ഒരു കുഞ്ഞെന്ന് പറയുന്നത്. കുഞ്ഞായിരിക്കുക എന്ന് പറഞ്ഞാൽ കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്.
പക്ഷെ പലപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് പ്രവേശിക്കാനും സാധിക്കത്തില്ല. അതിന് ചില പരിമിതികളുണ്ട് കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ചില പുരുഷ മേധാവിത്വമുള്ള സ്ഥലത്തൊക്കെ കുഞ്ഞുങ്ങളെ ആൺകുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ രാജ്യത്തിൽ അങ്ങനെയുള്ള ഇപ്പോഴതൊക്കെ മാറിയിരിക്കുന്നു. പണ്ടെല്ലാം ഈ രാജ്യത്തിൽ, ഈ ഇന്ത്യയിലും ഒരു ആൺകുഞ്ഞാണ് ഏറ്റവും പ്രധാനം. അവരതിനു വേണ്ടി കാത്തിരിക്കും. ആൺകുഞ്ഞ്, പെൺകുഞ്ഞ് ആദ്യത്തെ പ്രസവത്തിൽ പെണ്ണാണെങ്കിൽ രണ്ടാമത് വെയിറ്റ് ചെയ്യും, അതും പെണ്ണാണെങ്കിൽ വീണ്ടും നോക്കിയിരിക്കും. അങ്ങനെയുള്ള പല ഫാമിലീസും ഉണ്ട്. പക്ഷെ ഇപ്പം ആ ചിന്താഗതികളൊക്കെ മാറിയിട്ടുണ്ട്, ഒത്തിരി മാറിയിട്ടുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ പണ്ടൊക്കെ പക്ഷേ ഒരു കുഞ്ഞ് ഇപ്പോൾ കിട്ടുന്നത് പോലെ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ അങ്ങനെ ലഭിക്കത്തില്ല. അത് ചില മരുന്നുകളുടെ അഭാവത്തിലോ ആരോഗ്യ പ്രശ്നം മൂലമോ പല കുഞ്ഞുങ്ങളും പ്രസവത്തിൽ തന്നെ മരിച്ചു ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി വിലയുള്ള കാര്യമായിരുന്നു. പിന്നെ ഗലാത്യർ 4:4 1, 2 വായിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥയെക്കുറിച്ച് അവിടെ കൂടുതൽ പറഞ്ഞിട്ട്, അപ്പം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകും അതെന്താണ്. ഗലാത്യർ 4:1, 2 അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പൊ അവകാശി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ആ ഭവനത്തിന്റെ സ്വത്തിന് അവകാശിയാണ്. പക്ഷെ എന്നാലും ബാലനായിരിക്കുമ്പോൾ, ഒരു ശിശു ആയിരിക്കുമ്പോൾ ഒരു ദാസനെ പോലെ ഉള്ളൂ. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. അപ്പൊ ഇതാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്ന വാക്യം. ശിശുക്കളുടെ അപ്പോഴത്തെ അവസ്ഥ, അവർക്ക് പ്രായപൂർത്തിയായവരെ പോലെ ചിന്തിക്കാനും ഒന്നും കഴിയത്തില്ല. അപ്പൊ ഒരു ദാസന്റേതായിട്ടുള്ള ലെവലിൽ എന്ന് പറഞ്ഞാൽ പിതാവ് എന്താണ്, അവിടുത്തെ യജമാനൻ എന്താണ് പറയുന്നത് അതാണ് ദാസൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെയായിരുന്നു ശിശുക്കളുടെ അവസ്ഥ. പക്ഷേ ദൈവരാജ്യത്തിൽ യേശു ശിശുവിന് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഒരു ശിശുവിനെ പോലെ ദൈവത്തിന്റെ രാജ്യത്തെ സ്വീകരിക്കണമെന്നാണ് മർക്കോസ് 9 യേശുവിന്റെ ഉപദേശം. അവർക്കത് ശരിക്കും മനസ്സിലായില്ല കേട്ടോ, ശിഷ്യന്മാർക്ക് എന്താണ് യേശു പറഞ്ഞതെന്ന്. അപ്പോൾ യേശു ശരിക്കും ശിഷ്യന്മാർ തടഞ്ഞത് കുഞ്ഞുങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടെന്നല്ലായിരിക്കും. ഈ കുഞ്ഞുങ്ങളെ എല്ലാത്തിനെയും കൊണ്ടുവരുമ്പോൾ യേശുവിന് അസഹ്യമാകും, യേശുവിനൊരു റെസ്റ്റും കിട്ടത്തില്ല, അവൻ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തായിരിക്കും ശിഷ്യന്മാരത് പറഞ്ഞത്. പക്ഷേ യേശുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. യേശു അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യത്തെ നിങ്ങൾ ശിശുവിനെ പോലെ കൈക്കൊള്ളണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യം അവർക്കുള്ളതാണ്. ഒരുവൻ ഒരു ശിശുവിൻ്റെ മനോഭാവത്തിലും മാനസിക നിലപാടിലും അതിനെ സ്വീകരിക്കണം. അതായത് ലളിതവും ദൈവത്തിലുള്ള അചഞ്ചലമായ ആശ്രയത്തോടു കൂടിയും ആയിരിക്കണം ദൈവരാജ്യത്തെ സമീപിക്കേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ശിശുക്കളെ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല. നമ്മൾ ശിശുക്കളെ നോക്കുമ്പോൾ ഒത്തിരി ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത് നമ്മൾ ശിശുക്കളെ പോലെ ആകണമെന്ന് പറഞ്ഞത്? ഒന്ന് ഇവിടെ പറഞ്ഞത് അചഞ്ചലമായ ആശ്രയം, അത് ശിശുക്കൾക്ക് തൻ്റെ പേരൻസിലുണ്ട് അല്ലേ. എൻ്റെ അപ്പനെല്ലാം ചെയ്യാൻ പറ്റും, അല്ലെ എൻ്റെ അമ്മയ്ക്ക് ഇതെല്ലാം എനിക്ക് ചെയ്തു തരാൻ പറ്റും, എന്ത് വന്ന് പറഞ്ഞാലും അതിന് നല്ലൊരു പോംവഴി പറയാനായിട്ട് അവർക്ക് സാധിക്കും. അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും അപ്പനോടും അമ്മയോടും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ ഒരു ആശ്രയം നമുക്ക് ദൈവത്തിലുണ്ടായിരിക്കണം. എൻ്റെ അപ്പനാണത് എന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം. ആ അപ്പനിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസവും ആശ്രയം നമുക്കുണ്ടായിരിക്കണം. പിന്നെ ശിശുക്കളിൽ നമ്മൾ കാണുന്നത് ഒരു കാപട്യം അവരുടെ ഉള്ളിലുണ്ടാവില്ല. മനസ്സിലൊന്ന് വെച്ചിട്ട് പുറമേ വേറൊന്ന് പറയാൻ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അതുപോലെ നമ്മളും ആയിത്തീരണം എന്നാണ് യേശു പറയുന്നത്. പിന്നെ അതേപോലെ ക്ഷമിക്കാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്ക്, അത് പെട്ടെന്ന് ഇപ്പോൾ വഴക്കുണ്ടാക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ കൂട്ടുകൂടി തോളിൽ കൈയിട്ട് നടക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതൊക്കെ അങ്ങനെയുള്ള കുറേ നല്ല പാഠങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. അതേപോലെ അവരെപ്പോഴും ടീച്ചബിളാണ്, നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. എനിക്കെല്ലാം അറിയാം, ആരും എന്നെ പഠിപ്പിക്കേണ്ട എന്നുള്ളൊരു ഒരു ഭാവം അവർക്കുണ്ടാവില്ല.
അവർക്ക് എപ്പോഴും സംശയങ്ങൾ കാണും. അത് ചോദിക്കുക, പേരൻസിൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക, അതൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ അവർ പഠിച്ചു വരുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ദൈവത്തോട് ചോദിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് ഉള്ളവരാണ്. മറ്റുള്ളവർ പഠിപ്പിക്കുമ്പോൾ അത് കേൾക്കാനും തയ്യാറായിട്ടുള്ള ഒരു മനസ്സുള്ളവരായിരിക്കണം നമ്മളെല്ലാവരും. അങ്ങനെയാണ് ശിശുവിൻ്റെ ഒരു ഭാവം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് ദൈവം പറയുന്നത്. ഇവിടെ മിനിസ്ട്രി ഓഫ് ഹീലിംഗ് എന്നുള്ള പുസ്തകത്തിൽ നിന്നും മിസ്സിസ് വൈറ്റ് എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തീയമല്ലാത്ത നിങ്ങളുടെ സ്വഭാവം യേശുവിനെ തെറ്റായി അവതരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ സ്നേഹശൂന്യതയും നിഷ്ഠൂരതയും കൊണ്ട് ശിശുക്കളെ അവനിൽ നിന്ന് അകറ്റരുത്. നിങ്ങൾ സ്വർഗത്തിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗം സന്തോഷപ്രദമായ ഒരു സ്ഥലമായിരിക്കില്ല എന്ന് ചിന്തിക്കുവാൻ ഒരിക്കലും കാരണം കൊടുക്കരുത്. ശിശുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ മതത്തെപ്പറ്റി സംസാരിക്കരുത്. അല്ലെങ്കിൽ അവരുടെ ശൈശവത്തിൽ അവർ ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടതില്ല എന്ന വിധം പ്രവർത്തിക്കരുത്. ക്രിസ്തുവിൻ്റെ മതം മൂകതയുടെ മതമാണെന്നും രക്ഷകനിലേക്ക് വരുന്നതിൽ ജീവിതത്തെ അനന്തകരമാക്കുന്ന സകലം ഉപേക്ഷിക്കണമെന്നുള്ള തെറ്റായ തോന്നൽ കൊടുക്കരുത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ എന്താണ്? നിങ്ങളുടെ സ്നേഹശൂന്യതയും നിഷ്ഠൂരതയും കൊണ്ട് ശിശുക്കളെ അവനിൽ നിന്ന് അകറ്റരുത്. നമ്മൾ കുഞ്ഞുങ്ങളോടെപ്പോഴും സ്നേഹത്തോടെയും ദയോടെയും ക്ഷമയോടെയൊക്കെ പെരുമാറുമ്പോഴേ അവർക്ക് നമ്മളിൽ ദൈവത്തിൻ്റെ സ്വഭാവം കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ദൈവം, എൻ്റെ അപ്പം പ്രാർത്ഥിക്കുന്ന ദൈവം നല്ല ദൈവമാണെന്ന് അവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ സ്വഭാവം അങ്ങനെയുള്ളത് ആയിത്തീരണം. പിന്നെ നിങ്ങൾ സ്വർഗത്തിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ അവർക്കും സ്വർഗം സന്തോഷമുള്ള ഒരു സ്ഥലമായിരിക്കില്ല എന്ന് ചിന്തിക്കാൻ ഒരിക്കലും ഇടം കൊടുക്കരുത്. ചിലപ്പോൾ ചിലർ വിചാരിക്കും എൻ്റെ അപ്പം പോകുന്ന സ്വർഗത്തിൽ എനിക്ക് പോകണ്ട, കാരണം അപ്പൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്നറിയാം, അമ്മയുടെ സ്വഭാവം, അപ്പം അവരുള്ള സ്വർഗത്തിൽ എനിക്ക് പോകണ്ട എന്ന് ചിന്തിക്കാൻ ഇടവരരുത്. നമ്മൾ പോകുന്നിടത്ത് അവരും ഇരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം അവരിൽ ഉണ്ടാക്കണം. അത്രമാത്രം സന്തോഷമുള്ളതാണ് ക്രിസ്തീയ ജീവിതം എന്ന് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ അവർ ഇപ്പോഴൊന്നും നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് കുറച്ചാളും കൂടെയൊക്കെ വലുതായിട്ട് പറഞ്ഞു കൊടുക്കാൻ മതി. അത് തന്നെയല്ല, യേശുവിനെ അനുഭവിക്കണമെങ്കിൽ എല്ലാം ത്യജിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞവരെ അതിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തരുത്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നല്ല നിക്ഷേപം. ധനവാൻ, അത് 10:17 തുടങ്ങി. ധനവാനായ ഒരു യുവ പ്രമാണിയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ, ഇപ്പം യെരുശലേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് യേശു. പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ അവിടുത്ത് ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊലയരുത്, വിവാഹം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, എൻ്റെ അപ്പനമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനോട്, ഗുരു, ഇതൊക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു സംഭവം അവിടെ നടക്കുന്നത്. ആരായിരുന്നു? ഒരുവൻ അടുത്ത് വന്ന്, അപ്പോൾ അത് ഒരു മറ്റ് സുവിശേഷങ്ങളിലൊക്കെ പറയുന്ന അവനൊരു പ്രമാണിയായിരുന്നു, പള്ളി പ്രമാണിയായിരുന്നു. പള്ളിയിലെ സൻഹെദ്രിൻ്റെ ഒരു അംഗമായിരിക്കും. അങ്ങനെയുള്ളവരാണ് പള്ളി പ്രമാണികൾ എന്ന് വിളിക്കുന്നത്. പിന്നെ അവൻ ധനവാനുമായിരുന്നു. അത് അവൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ അവൻ വന്ന് യേശുവിനോട് ചോദിക്കുന്നത് നല്ലവനായ ഗുരു എന്ന് ചോദിക്കുകയാണ്. അപ്പം യേശു ചോദിക്കുകയാണ്, നീ എന്നെ നല്ലവൻ എന്ന് പറയുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. അതൊരു വലിയ സത്യമാണ് യേശു ക്രിസ്തു പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പിതാവിനെ മാത്രം ഉദ്ദേശിച്ചില്ല, ദൈവത്തിൻ്റെ പുത്രനും അതുപോലെ തന്നെ നല്ലവനാണ്. പക്ഷേ ഇവൻ യേശുവിനെ പുത്രനായിട്ട് അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് ഗുരു എന്ന് വിളിക്കുന്നത്. അതാണ് യേശു അങ്ങനെ ചോദിച്ചത്. നീ എന്നെ വെറും ഒരു ഗുരു എന്നാണ് വിളിക്കുന്നത്. ഈ ഗുരുക്കന്മാരെ ആർക്ക് നമുക്ക് നല്ലവെന്ന് വിളിക്കാൻ പറ്റും? അവൻ യേശുവിനെ ദൈവപുത്രൻ അംഗീകരിച്ചിട്ടെങ്കിൽ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തി ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം അല്ലാതെ ഒരുവനും നല്ലവനല്ല. പിന്നെ നിത്യജീവനിൽ കടക്കാനുള്ള മാർഗങ്ങളെല്ലാം ഇവനറിയാമെന്ന് യേശുവിനറിയാം. ഈ കൽപ്പനകൾ അനുസരിക്കണം എന്നുള്ളതൊക്കെ അവനോട് അറിയാം. അപ്പം അവൻ പറയുകയാണ്, അതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പ്രമാണിച്ചു വരികയാണ്. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു.
ഇത് ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമാണ് കാണുന്നത്. യേശു അവനെ സ്നേഹിച്ചു. അവൻ്റെ ആ വാഞ്ച, ഉള്ളിലുള്ള വാഞ്ച, നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ള അവൻ്റെ ആഗ്രഹം, അതൊക്കെയാണ് യേശുവിനെ അവനെ കൂടുതൽ ആകർഷിക്കാൻ കാരണം. യേശു അവനെ സ്നേഹിച്ചു. അവനിലുള്ള കുറവൊന്നും മനസ്സിലാക്കി കൊടുത്താൽ അവൻ നിത്യജീവനിലേക്ക് വരും എന്നുള്ള ചിന്തയോടുകൂടിയാണ് യേശു അവനെ സ്നേഹിച്ചതും. എന്നിട്ട് പറയുന്ന, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്നിട്ടാണ് എന്നെ അനുഗമിക്കേണ്ടത്. പക്ഷെ അവനത് അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം അവൻ അത്രമാത്രം സമ്പത്തുണ്ടായിരുന്നു. അവൻ അത് രണ്ടും തൂക്കി നോക്കി. അവൻ്റെ സമ്പത്തുകൾ മുഴുവൻ നിത്യജീവൻ. അപ്പം അവൻ നോക്കിയപ്പോൾ സമ്പത്താണ് താണുപോയത്. നിത്യജീവന് വെയിറ്റ് അധികം വന്നില്ല. സമ്പത്തിൻ്റെ അത്രയും വില അവൻ്റെ മനസ്സിൽ തോന്നിയില്ല നിത്യജീവൻ. അതുകൊണ്ടാണ് അവൻ ഭയങ്കര അവന് നിത്യജീവൻ വേണമെന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഉപേക്ഷിക്കാനും അവൻ തയ്യാറല്ലായിരുന്നു. അതായിരുന്നു അവന് സംഭവിച്ചത്. ഉടനെ തന്നെ യേശു അവരോട് തിരിഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞു, ധനവാൻ സ്വർഗത്തിൽ, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്ന എത്ര പ്രയാസം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഈ ശിഷ്യന്മാർക്ക് അത്ഭുതപ്പെട്ടു. കാരണം യഹൂദന്മാർ ഇഷ്ടംപോലെ പേര് നല്ല സമ്പത്തുള്ളവരുണ്ട്, പക്ഷെ അവർ സ്വർഗത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്നാണ് യേശു പറഞ്ഞത്. അത് കേട്ട് ശിഷ്യന്മാരെ അത്ഭുതപ്പെട്ടു. പിന്നെ എങ്ങനെ ആര് കടക്കും എന്നുള്ള ചിന്തയിൽ. അപ്പം യേശു ഒന്നും കൂടെ അതിനെ വിശദീകരിച്ചു കൊടുത്തു. എന്താ പറയുന്നത്? എന്നാൽ യേശു പിന്നെ, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. നമ്മളുടെ ആശ്രയം മുഴുവനും സമ്പത്തിലാണെങ്കിൽ നമുക്കൊരിക്കലും ഈ ലോകം വിട്ട് സ്വർഗരാജ്യത്തിൽ കടക്കാനായിട്ട് സാധിക്കത്തില്ല. അതാണ് യേശു വെളിപ്പെടുത്തിയത്. അപ്പോൾ പിന്നെ ആർക്കും കടക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന എത്ര എളുപ്പം. ഒരിക്കലും നടക്കാത്ത കാര്യം ആണെന്നാണ് പറഞ്ഞത്. അത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത്. അപ്പം വിസ്മയിച്ചു. എന്നാൽ രക്ഷ പ്രാപിക്കാൻ ആർക്കും കഴിയും എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിനല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ. ഇത് അസാധ്യമായ കാര്യമാണെങ്കിലും നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മുടെ ഒരു മനസ്സാണ് വേണ്ടത്. ആ കടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പലതും ചെയ്തു കഴിഞ്ഞാൽ ആർക്ക് വേണേലും സ്വർഗരാജ്യത്തിൽ കടക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യേശു എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെ സഹോദരികളെ അമ്മയോ അപ്പനെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവം. അത് പത്രോസ് ഒരു ചോദ്യം ചോദിച്ചതിന് ഉത്തരമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് വേറൊരു സുവിശേഷത്തിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് യേശു മറുപടി പറയുന്നത്. കാരണം യേശു ആ ധനവാനോട് പറഞ്ഞത് ഇവർ കേട്ടു. എന്താ പറഞ്ഞത്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവുമെന്ന് യേശു പറഞ്ഞത് ഇവർ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ പത്രോസ് ചോദിക്കാൻ, ഞങ്ങൾ ഇതെല്ലാം വിട്ടിട്ടാണ് നിന്റെ കൂടെ, അപ്പൊ ഞങ്ങൾക്ക് എന്ത് കിട്ടും? അതിവിടെ ചോദിച്ചിട്ടില്ല, വേറെ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ അത് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോഴാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നിമിത്തം ഇതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെ സഹോദരികളെ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഒരു ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നവർക്ക് ഒത്തിരി സഹോദരന്മാരെ സഹോദരികളെ കിട്ടും. പലരും വീടുകളും വേണമെങ്കിൽ കൊടുക്കാനും ഒക്കെ തയ്യാറാകും. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അതോടൊപ്പം നമുക്ക് എന്തുണ്ടാവും? പീഡനങ്ങളും ഉണ്ടാകും, ഉപദ്രവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഓക്കെ, അതാണ് യേശുക്രിസ്തു അതിൽ നിന്നും പഠിപ്പിക്കുന്നത്. നല്ല നിക്ഷേപം. അപ്പം നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആശ്രയം ഈ സമ്പത്തിലാകരുത്. നമുക്കറിയാം, പലരും സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഒരു വീടുണ്ടാക്കും, രണ്ടാമത്തെ വീടുണ്ടാക്കും, മക്കൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വീടുകൾ ഉണ്ടാക്കിയിരിക്കും. പക്ഷെ ദൈവം നമുക്കത് തരുന്നത്, അത് നേടാനായിട്ട് സാധിക്കാത്ത ജനങ്ങളുണ്ട്. അവർക്ക് ഒരു സഹായമായി തീരാൻ വേണ്ടി തന്നെയാണ് ദൈവം നമുക്ക് കൂടുതൽ തരുന്നത്. കൂടുതൽ ആർക്കെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ചിലർ വിചാരിക്കും ഞാൻ പോയി കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ് എന്ന് വിചാരിക്കും. പക്ഷേ
അതിനൊരു വിലയില്ലാതെ ആയി പോകില്ലേ. നമ്മൾ മറ്റൊരാൾക്ക് അത് സഹായിക്കുന്നില്ല. നമുക്ക് തന്നെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ മക്കൾക്കും പിന്നെ വരുന്ന തലമുറകൾക്കും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യം എന്താ? നമ്മുടെ മക്കൾക്ക് അവരവരുടേതായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവും സാമർഥ്യവും അവർ നേടിയെടുത്തിട്ടുണ്ട്. അവർക്കത് തന്നെ ചെയ്യാം. അതാണ് ഇപ്പം നമ്മൾ പലരും ഈ ലോകത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ മക്കൾക്ക് വേണ്ടി പലരും ഉണ്ടാക്കി വയ്ക്കും. പക്ഷെ മക്കൾക്ക് അതൊന്നും വേണ്ട. അവർ മറ്റ് രാജ്യങ്ങളിൽ പോയി അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് അവിടുത്തെ ജീവിത രീതികളുമായിട്ട് ഇഷ്ടപ്പെട്ട് അവർ ജീവിക്കുകയാണ്. ഇവിടെയൊക്കെ സമ്പാദിച്ചു വെച്ചതൊക്കെ വെറുതെ ആകുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ നിക്ഷേപം മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും അവർക്ക് ഒരു ആശ്വാസമായി തീരുമ്പോഴും കിട്ടുന്ന ആ സന്തോഷമായിരിക്കണം നമ്മുടെ നിക്ഷേപം. അടുത്തത്, എൻ്റെ പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇത് അടുത്ത ഭാഗത്ത് സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവൻ്റെ അടുക്കൽ വന്നു, ഗുരു, ഞാൻ നിന്നോട് യാചിക്കാൻ പോകുന്നു, ഞങ്ങൾക്ക് ചെയ്തു തരണം. അപ്പം യേശു അവരോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു? അവരുടെ ആഗ്രഹം വലിയൊരു ആഗ്രഹമായിരുന്നു. ദൈവം യേശുക്രിസ്തു രാജാവായി വരുമ്പോൾ നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ വലത്തും ഒരുത്തൻ ഇടത്തും നിൽക്കുന്നത്, അതിനുള്ള വരം തരണം. അപ്പോൾ യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിനവർ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും. നിശ്ചയം എൻ്റെ വലത്തും ഇടത്തും ഇരിക്കുവാൻ വരം നൽകുന്നതോ അത് എൻ്റെ ഉത്തരവാദിത്വമല്ല. അത് ചെയ്യുന്നതാരാണ്? അത് പിതാവ് ആർക്കും ഒരുക്കിയിരിക്കുന്നുവോ അത് അവർക്ക് കിട്ടും. അപ്പൊ ഇത് കേട്ടപ്പോൾ ബാക്കി 10 ശിഷ്യന്മാർക്കും യാക്കോബിനോട് യോഹന്നാനോട് ഒരു ഇച്ചിരി നീരസം തോന്നി, ദേഷ്യം തോന്നി. അപ്പോഴാണ് യേശു ക്രിസ്തു അവരെ വിളിച്ചിട്ട് പറയുന്നത്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ആകരുത്. മഹാനാകാൻ ഇച്ഛിക്കുന്നവൻ ബാക്കിയുള്ളവരുടെ ശുശ്രൂഷക്കാരനാകണം. ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായി തീരണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്ര വന്നത്. ഇതാണ് ഇന്നത്തെ മനപ്പാഠവാക്യം നമ്മൾ പഠിച്ചത്. അപ്പൊ എന്താണ് യേശുക്രിസ്തു അവരോട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ പറ്റുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. എന്താണ് ഈ പാനപാത്രം? അവന്റെ പാനപാത്രം എന്നത് ഗത്ശമനയിലെയും ക്രൂശിലെയും കഷ്ടപ്പാടാണ്. യേശുക്രിസ്തു അതാണ് സഹിച്ചത്, ആ പാനപാത്രം. അത് വേറൊരു സ്ഥലത്ത് ദൈവകോപത്തിൻ്റെ പാനപാത്രം എന്ന് പറയുന്നുണ്ട്. ദൈവകോപത്തിൻ്റെ പാനപാത്രം അത് ശരിക്കും പറഞ്ഞാൽ നമ്മളത് കുടിക്കേണ്ടി വരത്തില്ല. കാരണം ആ ദൈവകോപത്തിൻ്റെ പാനപാത്രം ദൈവത്തെ തിരഞ്ഞെടുക്കാതെ തെറ്റിൽ വീണ് പോയ ജനങ്ങൾക്കുള്ള ദുഷ്ടന്മാർക്കുള്ളതാണ് ദൈവകോപത്തിൻ്റെ പാനപാത്രം എന്ന് വെളിപ്പാട് 14 അപ്പോൾ എന്തുകൊണ്ടാണ് അത് നമുക്ക് കുടിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ കുടിക്കേണ്ടി വരാത്തതെന്ന് വെച്ചാൽ നമ്മുടെ യേശുനാഥൻ അത് ഗത്ശമനയിൽ വെച്ചത് സ്വീകരിച്ച് കുടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതിൽ പങ്കാളികൾ. ദൈവകോപത്തിൽ നമ്മൾ ഒരു പങ്കുമില്ല. ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ച് നമ്മളെ ചേർത്ത് കൊള്ളുവാണ്. അപ്പോൾ യേശുക്രിസ്തു അത് സ്വീകരിച്ചു കഴിഞ്ഞു. അതാണ് കുടിക്കേണ്ടത്. പക്ഷെ അത് കഷ്ടപ്പാടിനെയാണ്, ഗത്ശമനയിലെ കഷ്ടപ്പാടിനെ, ഈ കഷ്ടപ്പാട് ദൈവകോപത്തിൻ്റെ പാനപാത്രത്തിൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞ, ഈ കഷ്ടപ്പാടിൻ്റെ ഗത്ശമനയിലെയും ക്രൂശിലെയും കഷ്ടപ്പാട് അത് നമ്മളെ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മളും കുടിക്കേണ്ടതാണ്. അതുപോലെ അവനേറ്റ സ്നാനം എന്ന് പറയുന്നത് അവൻ്റെ മരണവും അവൻ്റെ അടക്കവുമാണ് സ്നാനം. നമുക്കറിയാം, ഓരോരാൾ സ്നാനപ്പെടുമ്പോൾ ഞാൻ യേശുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ പാപജീവിതം മരണപ്പെട്ടു, ഞാനൊരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ് നമ്മുടെ സ്നാനത്തിൻ്റെ അർത്ഥം. എൻ്റെ പഴയ ജീവിതം ഉപേക്ഷിച്ച് ഞാൻ പുതിയ ആളായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് യേശുവിൻ്റെ സ്നാനം. അവൻ്റെ മരണത്തെയും അവൻ്റെ അടക്കത്തെയാണ് അത് സൂക്ഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ റെഡിയായിരുന്നു, ഞങ്ങളത് ചെയ്യാം. അപ്പോൾ യേശു പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ ചെയ്യും, കാരണം ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിന് പ്രാപ്തരാകും എന്ന് യേശുവിനറിയാം മുന്നമേ. എല്ലാ ശിഷ്യന്മാരും ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ഒരു ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ എന്ത് കഷ്ടതയും സഹിക്കാനും
തയ്യാറായിരുന്നു. തങ്ങളുടെ ജീവനെ യേശുവിന് വേണ്ടി വെച്ചു കൊടുക്കുകയാണ് അവർ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എന്നാലും ദൈവത്തിൻ്റെ രാജ്യത്തിൽ എവിടെയൊക്കെ ഓരോരുത്തർ ഇരിക്കേണ്ടതെന്നൊക്കെ ഉള്ളതെല്ലാം പിതാവ് ആർക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം. ദൈവം അവർക്ക് കൊടുത്തൊരു ഉപദേശം എന്താണ്? നിങ്ങളുടെ ഇടയിൽ തന്നെയായിരുന്നു നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. ഇതാണ് നേരത്തെ ഇതിൻ്റെ തന്നെ ഒരു ഭാഗം നമ്മൾ വായിച്ചിരുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ പ്രിൻസിപ്പിളിൻ്റെയും ഓപ്പോസിറ്റ് ആയിരുന്നു യേശുവിൻ്റെ ഉപദേശം. ഏറ്റവും വലിയൊരു ഉപദേശമായിട്ട് നമുക്കതിനെ കണക്കാക്കാം. അടുത്ത ഒരു ഭാഗം, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ഇച്ഛിക്കുന്നു. അത് അടുത്തവൻ എരിഹോവിലെത്തി. അവരിങ്ങനെ നോർത്തേൺ പാർട്ട് ഓഫ് ഇസ്രായേലിൻ്റെ ഗലീലയിൽ നിന്നും യാത്ര ചെയ്ത് യഹൂദയിലേക്ക് വരിക. യഹൂദയിൽ എത്തണമെങ്കിൽ എരിഹോവിലൂടെ കടക്കണം. അങ്ങനെ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തിമായിയുടെ മകന തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയേ ഇരുന്നിരുന്നു. അപ്പോൾ ബർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മകൻ എന്നാണ്. ബറബാസ്, അബ്ബ എന്ന് പറഞ്ഞ പിതാവ്, ബർ എന്ന് പറഞ്ഞ മകൻ, അപ്പൻ്റെ മകൻ എന്നാണ് അവൻ്റെ വാക്കിൻ്റെ അർത്ഥം, ബറബാസിൻ്റെ അർത്ഥം. അതുപോലെ നമ്മൾ ഷിമോനെ യേശു വിളിക്കുന്നുണ്ട്, ബർ യോന ഷിമോനെ. ബർ എന്ന് പറഞ്ഞ അർത്ഥം മകൻ, യോനയുടെ മകനായ ഷിമോനെ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ തിമായിയുടെ മകനായ ബർത്തിമായി ഭിക്ഷയാചിക്കുന്നവൻ കുരുടനായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിലാണ് തുടക്കത്തിൽ ഒരു കുരുടനെ കുറിച്ച് 2 പ്രാവശ്യം യേശു തൊട്ടതായിട്ട് കണ്ടു. ഇവിടെ വേറൊരു കുരുടൻ. അപ്പൊ കുരുടനായ ഭിക്ഷക്കാരൻ, അപ്പൊ അവൻ എന്താ വിളിച്ചത്? നസ്രായന യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു. മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു വന്നു. അപ്പോൾ യേശു നിന്ന് അവനെ വിളിക്കുവിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അപ്പോൾ യേശുവിനെ എല്ലാവരെയും സൗഖ്യമാക്കാനായിട്ടാണ് യേശു വന്നത്. തൻ്റെ അടുക്കൽ വരുന്ന, തന്നോട് യാചിക്കുന്ന ഒരാളെയും യേശു സൗഖ്യമാക്കാതെ വിട്ടിട്ടില്ല. അപ്പം ശിഷ്യന്മാരെ തടഞ്ഞിട്ടും യേശു പറഞ്ഞ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെ അവർ വിളിച്ചു കൊണ്ടുവന്നപ്പോഴേ അവൻ തൻ്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമേ എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. അപ്പോൾ ഈ ഇതിൽ കാണുന്നത് ഈ ഒരു ചോദ്യം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ആണ് നീ ഇച്ഛിക്കുന്നത്? അത് നമ്മൾ വേറൊരു സ്ഥലത്തും കണ്ടു അല്ലേ? യാക്കോബും യോഹന്നാനും വന്ന് പറഞ്ഞപ്പോൾ അവരോട്, ഞങ്ങൾ നിന്നോട് യാചിക്കാൻ പോകുന്ന ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ യേശു ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്? അതേപോലെ തന്നെ ഈ കുരുടൻ്റെ അടുത്തും ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തു തരണം എന്നാണ് നീ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. അപ്പോൾ ഇവന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് അവന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ എങ്ങനെയാണ് വന്നത്? അവൻ്റെ മേലങ്കി കളഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ, ആ മേലങ്കി കാണിക്കുന്നത് ഒരു സുരക്ഷിതത്വത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തള്ളിക്കളയുമ്പോൾ അവൻ്റെ ഒരു സുരക്ഷിതത്വം, അവന് വേറെ ഒന്നിലും ആശ്രയിക്കാനായിട്ട് ആരുമില്ല, അവനെ സഹായിക്കാൻ ആരുമില്ല. ആ മേലങ്കി മാത്രം കൊണ്ടാണ് അവൻ സുരക്ഷിതമായിട്ട് തണുപ്പും അതെല്ലാം മാറ്റി അവിടെ ഇരിക്കുന്നത്. ഭിക്ഷക്കാരനാണ്. അപ്പോൾ അത് പക്ഷെ കളഞ്ഞിട്ടാണ്. അപ്പോൾ കളയുക എന്ന് വെച്ചാൽ അതിനർത്ഥം അവന് ഉറപ്പുണ്ട്, ഞാനിപ്പോൾ ആരുടെ അടുത്താണ് പോകുന്നത്, അവിടെ നിന്ന് എനിക്ക് സൗഖ്യമാകും, ഞാൻ എൻ്റെ ഈ അവസ്ഥയൊക്കെ മാറും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അവൻ അതെല്ലാം കളഞ്ഞിട്ട് ഓടുന്നത്, യേശുവിനടുത്തേക്ക് ഓടിപ്പോരുന്നത്. അപ്പം യേശു നിരാശപ്പെട്ടില്ല. വാസ്തവത്തിൽ സുവിശേഷനിൽ ആരെല്ലാം അവൻ്റെ അടുക്കൽ സഹായത്തിന് വന്നുവോ അവരെല്ലാം അത് പ്രാപിക്കുകയും ചെയ്തു. ഓക്കെ. ഒരു അറപ്പും കൂടാതെ കുരുടായ മനുഷ്യൻ കാഴ്ച പ്രാപിക്കണമെന്ന് അപേക്ഷിച്ചു. ഉടൻ തന്നെ യേശു കാഴ്ച പുനഃസ്ഥാപിക്കുകയും കുരുടാനായ മനുഷ്യൻ വഴിയിൽ അവനെ അനുഗമിച്ചു.
രണ്ട് ഭാഗത്തും ഈ ശിഷ്യന്മാരുടെ ഉപദേശം എന്ന് തുടങ്ങുന്ന 7-ാമത്തെ പാഠത്തിലും 8-ാമത്തെ പാഠത്തിൻ്റെ അവസാനവും 7-ാമത്തെ പാഠത്തിൻ്റെ തുടക്കവും 8-ാമത്തെ പാഠത്തിൻ്റെ അവസാനവും 2 കുരുടന്മാരെ സൗഖ്യമാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം ആ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത് തൻ്റെ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള തൻ്റെ ഉപദേശങ്ങൾ, അതാണ് ഈ 2 പാഠങ്ങൾ. അത് ഇവരെത്രമാത്രം ഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതിന് അതാണ് അവരുടെ ആത്മീയ കണ്ണ് തുറന്ന് അത് ശരിയാണ്. കാരണം ഈ ലോകത്തിൽ ആരും കൊടുക്കുന്ന ഉപദേശമല്ല, ഒത്തിരി വ്യത്യസ്തമായ ഉപദേശങ്ങളായിരുന്നു യേശു കൊടുത്തത്. അത് സ്വീകരിക്കാനായിട്ട് നമ്മുടെ ആത്മീയ കണ്ണുകളെ നമ്മൾ തുറക്കണം, എന്നാലേ നമുക്കത് ശരിയായി ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ദൈവം യേശുവിൻ്റെ ഉപദേശങ്ങളെ ശരിയായി ഗ്രഹിക്കുവാനായിട്ട് എൻ്റെ ആത്മീയ കണ്ണുകളെ തുറക്കണമേ എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ഈ 2 പാഠത്തിലൂടെയും നമ്മൾ പഠിച്ചത് യേശു ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ കൊടുത്ത ഉപദേശങ്ങളായിരുന്നു. അതും ഒരു ലോകത്തിൽ ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്ത, ഒരു ടീച്ചറിനും പഠിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് യേശു പഠിപ്പിച്ചത്. ആ യേശുനാഥൻ നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. നമ്മുടെ കണ്ണുകളെ തുറക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലിരുന്ന് ഞങ്ങൾ ഈ പാഠം പഠിച്ചു. അവിടുന്ന് ഈ ഭൂമി, അങ്ങയുടെ പുത്രനെ ഭൂമിയിലായിരുന്നപ്പോൾ ഉപദേശിച്ച ആ കാര്യങ്ങളെ, അതിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. 2 കുരുടന്മാർക്ക് അവിടുന്ന് കാഴ്ച കൊടുത്തതുപോലെ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ, ശരിയായി ഗ്രഹിക്കാൻ സഹായിക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ മക്കളാണെന്നുള്ള രീതിയിലുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.